ഫ്രണ്ട്സ് വൈറ്റി ഫോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു കണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി 2-3 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് സ്കൂൾ തിരക്കൊക്കെ ആയിരുന്നു. ഇന്നലത്തോടെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഇപ്പം വീഡിയോയിലോട്ട് നല്ല നൊസ്റ്റാൾജിക് സാധനമാണ് കേട്ടോ. ഞാൻ കുറേ വർഷം കൊണ്ട് ആഗ്രഹിച്ച് നടന്നിട്ട് എനിക്ക് ഈ ഒരു 9ാം ക്ലാസ് പാതി മുക്കാലായപ്പോൾ കിട്ടിയൊരു സാധനം ഇപ്പം ഞാൻ ഷെഡിൻ്റെ അകത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അത് ഫസ്റ്റ് കിട്ടിയല്ല, സെക്കൻഡ് ആയിട്ട്. കുറേ വർഷം കൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. എന്നിട്ട് അത് കൊണ്ടുപോയി ചാരി അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതുവരെ നമ്മൾ എടുത്തിട്ടൊന്നുമില്ല. വണ്ടി കുറേ പണിയായിട്ടൊക്കെ കിടക്കണം. ഞാൻ കാണിച്ചു തരാം. അതിനൊരു കിടിലൻ പേരൊക്കെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ ഇട്ട പേരുണ്ട്. വിഷയം പേരാണ്. നമുക്ക് അത് ഞാൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ പറയണതിന് കുഴപ്പമൊന്നുമില്ല. കൊച്ചുകാർക്ക് വിളിച്ച പേരാണ്. അടിപൊളി പേരാണ്. നമ്മളിപ്പം അവസാനത്തിലോട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം ശരി, നമുക്ക് നടന്ന് കാണിച്ചു തരാം. ഇവിടെ ആയിരിക്കണേണ്ട. ഇതാണ് സംഭവം. എത്ര വർഷം ആഗ്രഹിച്ചിട്ട് കിട്ടിയ സാധനം എന്ന് പറയുന്നത്. ഇതെല്ലാം വാരിപ്പറക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ടയറൊന്നുമില്ല, ബ്രേക്കില്ല, ചെയിനില്ല. അതൊക്കെയാണ് വിശേഷം. ഇവിടെയാണ് നമ്മൾ കൊണ്ടൊതുക്കിയിരിക്കുന്നത്. ഇതൊന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിവിടെ വിറകൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. കുറേ വർഷത്തെ ആഗ്രഹമാണ്. ഇവിടെ ഇരുന്ന് തുരുമ്പടിക്കുന്നു. ഇനി ഇതിന് പൊളിച്ച് വിൽക്കാൻ കണക്കിന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇതിലെന്ത് ചെയ്യാം? ഇതാണ് നമ്മളെ സാധനം. ഇതിനെ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ വിളിച്ചതാണ് അമ്മണി ചെല്ലലാണ്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അമ്മണി ചെല്ലൻ. അവൻ്റെ ഒരു സൈക്കിളുണ്ട്. അവൻ്റെ സൈക്കിളിന് എന്തോ ഒരു കിടിലൻ പേരും വിളിച്ചിട്ട് എൻ്റെ സൈക്കിളിനെ ഈ പേരും വിളിച്ചു. പിന്നെ കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മളങ്ങനെയായിരുന്നു. കുറേ ദിവസം ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടപ്പ്, താഴെ പോക്ക്, ഇവിടെ പോക്ക്. സൈക്കിൾ കിട്ടിയ സമയം ഫുള്ള് കറക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ എന്തിനു പറയാം, എവിടെ പോയാലും അവ ഈ പേരും വിളിച്ച് കളിയാക്കി വണ്ടിയും കളിയാക്കി നടക്കും. ഇവിടെ ഈ സൈക്കിളും കൊണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടാവും. 9ാം ക്ലാസ് തീരാറായി, 10ാം ക്ലാസ്. ഒരു ദിവസം രാത്രി വരണ വഴിയിൽ അത് മത്സരം ഓട്ടം. റോഡിൽ കൂടി ഓട്ടിച്ച് പറന്ന് വരണ വഴിക്കാണ് വണ്ടി എന്തോ ചെയ്തെന്ന് അറിയാമോ? വണ്ടി കൊണ്ട് ചെയിൻ പൊട്ടി. ചെയിൻ ഒരു വാക്ക് തെറിച്ച് പോയി. ഫുള്ള് തെറിച്ച് പോയി. എൻ്റെ കയ്യിലല്ല, കൂട്ടുകാരൻ്റെ കയ്യിലാണ്. അത് ഫുള്ള് തെറിച്ച് പോയി. അങ്ങനെ പണിയായി. അതിനുശേഷം കൊണ്ടൊന്ന് ഒതുക്കിയതാണ് ഇത്. പിന്നെ നമ്മൾ ഈ സൈക്കിളും കൊണ്ട് ഞാൻ ഒരിക്കൽ വീഴുന്നു താഴെ ഒരു വളയിൽ. ഒരു വയലിൻ്റെ കാര്യം. അന്ന് ബാക്കിൽ നിന്ന് മറ്റേ പറന്ന് വീണ്. നമ്മൾ റൈസ് വെച്ചാണ് കളി. എപ്പോഴും പോയാലും റൈസ് വെച്ച് കളിച്ച് താഴെ പോയി. നേരെ പോയത് അവന്മാരെ തറയ്ക്ക് അടിച്ച് ഒന്ന് തുറിച്ച് വീണ്. സൈക്കിള് മണ്ടയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് അങ്ങ് വീഴുന്നു. ഞാൻ തെറിച്ച് വീഴുന്നു. അവൻ ബാക്കിൽ നിന്ന് പിടിച്ച് നിർത്തിയുണ്ട്. അവിടെ ഞാൻ അല്ലായിരുന്നെങ്കിൽ അവൻ എൻ്റെ പുറത്തോടി കയറി പോവും. പിന്നെ ഫസ്റ്റ് കിട്ടിയ സമയമായിരുന്നു. സങ്കടമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ സങ്കടം. ഫുള്ള് തിരിഞ്ഞ് മടങ്ങി. ടയറൊക്കെ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് ഇറങ്ങി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവൻ വന്ന് പിടിച്ച് വയറൊക്കെ പിടിച്ച് നൂത്ത് വിട്ട് വേണ്ടി സൈക്കിൾ ശരിയായി. അതിനുശേഷമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. നമ്മൾ നൊസ്റ്റാൾജിക് സാധനമാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വർഷം ആഗ്രഹിച്ചിരുന്ന് കിട്ടിയതാണ്. ഇതേപോലത്തെ കുറേ ആഗ്രഹങ്ങളുണ്ട്. എന്തായാലും +2 ഒക്കെ കഴിഞ്ഞ് ഇനി ആഗ്രഹത്തിൻ്റെ പിറകെ ഇറങ്ങാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെ എത്തും, എങ്ങനെ എത്തും, ഇവിടെ എങ്ങനെ പോവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ആഗ്രഹത്തിൻ്റെ പിറകെ പോകണം. ഇത് ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശരി, എല്ലാവർക്കും ബൈ.